ഇന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാം. ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് നിയമങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും അതിലുപരി സ്ത്രീകളിലുപരി പുരുഷന്മാരും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്ത്രീകളിൽ നിന്ന് അനുഭവിക്കുന്ന പല പുരുഷന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മയും ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവരെ കൂടി ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണനയും മറ്റും എന്താണോ അതുപോലെ തന്നെ ഇവരെയും പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കും സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഉത്തരം തൃപ്തി